ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മൂന്നാമത്തെ പാഠം ആണ് പഠിക്കാൻ പോകുന്നത്. ഡൂട്ട പകിയ. ഡൂട്ട പകിയ, പൊട്ടിയ ചക്രം. ഏകേക്ക് കവിത ഹെ. ഇതൊരു കവിതയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ധർമ്മവീർ ഭാരതി. ധർമ്മവീർ ഭാരതി ആധുനിക ഹിന്ദി സാഹിത്യके പ്രമുഖ ലേഖക്, അതുപോലെ കവി, നാടകകാർ और विचारक के रूप में मशहूर है. പ്രമുഖ ലേഖകൻ, കവി, അതുപോലെ നാടകകൃത്ത്, ചിന്തകൻ തുടങ്ങിയ രൂപത്തിലെല്ലാം അദ്ദേഹം പ്രസിദ്ധനാണ്. ടൂട്ട പകിയ ധർമ്മവീർ ഭാരതി की एक പ്രയോഗവാദ കവിത है. നമ്മൾ പഠിക്കാൻ പോകുന്ന ഡൂട്ട പകിയ എന്ന് പറയുന്നത് ധർമ്മവീർ ഭാരതിയുടെ ഒരു പ്രയോഗവാദ കവിതയാണ്. एक ഭാരതി जी के कविता संग्रह 7 गीत वर्ष से चुनी हुई है. ഇത് ധർമ്മവീർ ഭാരതിയുടെ കവിതാ സമാഹാരമായ 7 ഗീത് വർഷിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന ഡൂട്ട പകിയ. ഈ ഡൂട്ട പകിയ എന്ന ഈ കവിത മഹാഭാരത യുദ്ധത്തെ ആസ്പദമാക്കി ആണ് എഴുതപ്പെട്ടിരിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധ ഹോ രഹേ ഹൈ. കുരുക്ഷേത്ര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം, കുരുക്ഷേത്ര യുദ്ധം പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധമായിരുന്നു. പാണ്ഡവ സേനയിൽ അർജുനനും മറ്റും ഒരു ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യുകയായിരുന്നു. വേറൊരു വശത്ത് 13-ാം ദിവസം അർജുനൻ്റെ പുത്രനായ വീർ അഭിമന്യുവും വേറൊരു ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യുകയായിരുന്നു. अर्जुन पुत्र अभिमन्यु कौरव से रचित चक्रव्यूह में फंस गया. അർജുൻ പുത്രനായ അഭിമന്യു കൗരവരാൽ രചിക്കപ്പെട്ട, കൗരവരിൽ ദ്രോണാചാര്യർ രചിച്ച ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടുപോയി. അങ്ങനെ ലട്ടെഴുത്തെ വഹ് നിരായുധ ഹോ ഗയ. അങ്ങനെ യുദ്ധം ചെയ്ത് നമ്മുടെ അഭിമന്യു നിരായുധനായി മാറി. തബ് ഉസ്നെ ഡൂട്ടെ പകിയാക്ക സഹാര ലിയ ഥ. അപ്പോൾ അദ്ദേഹത്തിന് ഈ പൊട്ടിയ ചക്രമാണ് അദ്ദേഹത്തിന് സഹായമായി ലഭിച്ചത്. അതായത് നിസാർ മാൻകർ ഹം കിസി ഭി വ്യക്തി യാ വസ്തു കി ഉപേക്ഷ നഹി കർണി ചാഹിയെ. നമ്മൾ നിസ്സാരമാണെന്ന് കരുതി ഒരു വസ്തുവിനായാലും ശരി, ഒരു വ്യക്തിയെ ഒന്നും നമ്മൾ അതിനെ ഉപേക്ഷിക്കരുത്. ഒരു പക്ഷേ ജറൂരത്ത് കെ അവസർ ഹമാരെ ലിയെ ഉപയോഗി ബൻ ജായേഹി. അല്ലേ, അത് ഒരു പക്ഷേ നമുക്കത് ഉപയോഗമുള്ള സമയത്ത് നമുക്ക് ഉപയോഗപ്രദമാകും. വീർ അഭിമന്യു की कहानी, ये कहानी वर्तमान काल की कठिनाइयों से जोड़कर धर्मवीर भारती रचित डूटा पगिया का नाम कविता हमें पढ़े. വർത്തമാന കാല സംഭവങ്ങളെല്ലാം യോജിപ്പിച്ചുകൊണ്ട് ധർമ്മവീർ ഭാരതി എഴുതിയ ഈ ഡൂട്ട പകിയ എന്ന കവിത നമുക്ക് പഠിക്കാം. മനസ്സിലായില്ലേ? ഡൂട്ട പകിയ നോക്കിക്കോളൂ, നോക്കിയിരിക്കണം. മേം രഥ കാ ടൂട്ട ഹുവാ പകിയാഹു ലേക്കിൻ മുझे फेंको मत. प्रस्तुत पंक्तियों में कवि कहते हैं कि मैं रथ का टूटा हुआ पगिया हूँ. मैं ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാകുന്നു. ലേക്കിൻ മുझे फेंको मत. മത് പറഞ്ഞാൽ അരുത്, പക്ഷേ എന്നെ ദൂരത്തേക്ക് വലിച്ചെറിയരുത്. മുझे അനുപയോഗി സമജ്കർ ദൂർ മത് ഫെങ്ക് ദേന. എന്നെ ഉപയോഗശൂന്യമാണെന്ന് വിചാരിച്ച് എന്നെ ദൂരേക്ക് വലിച്ചെറിയരുത്. ക്യാ ജാനേ കബ്. എപ്പോൾ ആർക്കെന്തറിയാം. ക്യാ ജാനേ കബ് കോൺ ജാനേ. ഇസ് ദുരൂഹ് ചക്രവ്യൂഹമേ അക്ഷൗഗണി സേനാओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए. ആർക്കെന്തറിയാം, ഈ ദുരൂഹ ചക്രവ്യൂഹത്തിൽ, ദുരൂഹ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വിഷമമുള്ളത്, ബുദ്ധിമുട്ടുള്ളത്, ദുരൂഹ്. ഈ ദുരൂഹ് ചക്രവ്യൂഹം
എന്താണ് ചക്രവ്യൂഹം? യോദ്ധാക്കളെ യുദ്ധക്കളത്തിൽ അണിനിരത്തുന്ന ഒരു സമ്പ്രദായമാണ് ചക്രവ്യൂഹം. അതായത് ഇത് ചക്രത്തിൻ്റെ ആകൃതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ദ്രോണാചാര്യരാണ് ഈ ചക്രവ്യൂഹം നിർമ്മിച്ചത്. ഈ ചക്രവ്യൂഹം ഭേദിക്കാൻ അർജുനനല്ലാതെ വേറെ ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ അഭിമന്യു ഇത് ഭേദിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. അതായത് ചക്രവ്യൂഹം ഭേദിക്കാൻ അർജുനൻ അറിയാമായിരുന്നു. അർജുനന് ശ്രീകൃഷ്ണൻ ഒരവസരത്തിൽ പറഞ്ഞു കൊടുത്തിരുന്നു ഇത് ഭേദിക്കാനും ഭേദിച്ച് മുന്നേറാനും ശത്രുവിനെ തോൽപ്പിക്കാനും വേണ്ടിയുള്ള കാര്യം. പക്ഷെ ആ സമയത്ത് അർജുനൻ്റെ ഭാര്യയായ സുഭദ്ര ഗർഭിണിയായിരുന്നു. അപ്പോൾ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞു കൊടുത്തപ്പോൾ സുഭദ്ര അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. സുഭദ്രയുടെ വയറ്റിൽ കിടന്ന അഭിമന്യു ഇത് ഭേദിക്കുവാനുള്ള വഴി മനസ്സിലാക്കിയെന്നും എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ സുഭദ്രയ്ക്ക് ഉറക്കം വരികയും അവർ കിടക്കാൻ പോവുകയും ചെയ്തു. ബാക്കി ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ സുഭദ്രയുടെ വയറ്റിൽ കിടന്ന അഭിമന്യുവിന് കേൾക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതാണ് ചക്രവ്യൂഹം. അപ്പോൾ ഈ ദുരൂഹ ചക്രവ്യൂഹമേ അക്ഷൗഹിണി സേനാവങ്കോ അക്ഷൗഹിണി സേന എന്ന് പറയുന്നത് അതൊരു വലിയ സൈന്യ വിഭാഗമാണ്. അക്ഷൗഹിണി സേന ഇതിൽ ഏകദേശം 21,870 രഥങ്ങൾ ഇതിൽ ഉണ്ട്. അത്രയും ആനകളും ഉണ്ട്. അതുപോലെ 65,610 കുതിരകളും 1,93,050 അല്ലേ കാലാൽപ്പടയും ചേർന്നതാണ് ഈ അക്ഷൗഹിണി സേന എന്ന് പറയുന്ന ഇത്. അപ്പോൾ ഈ അക്ഷൗഹിണി സേനാവുങ്കോ അല്ലേ കൗരവ് നിർമ്മിച്ച ഈ അക്ഷൗഹിണി സേനാവുങ്കോ ചുനൗത്തി ദേത്ത ഹുവ. ചുനൗത്തി എന്ന് പറഞ്ഞാൽ വെല്ലുവിളി, ചലഞ്ച്. ഈ അക്ഷൗഹിണി സേനകളുടെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് കോയി ദുസാഗസി എന്ന് പറഞ്ഞാൽ ധൈര്യശാലിയായ അഭിമന്യു ആക്കർക്കിർജായേ അഭിമന്യുവിനെ വന്ന് വളയം ചെയ്യുമെന്ന് ആര് അറിഞ്ഞു? അല്ലയോ? അഭിമന്യു ആക്കർക്കിർജായേ, കിർജാന വളയപ്പെടുക. അഭിമന്യു ആക്കർക്കിർജായേ അല്ലേ? അപ്പോൾ അർത്ഥം പറയുകയാണ്, പ്രസ്തുതബന്ധിയോമേം കവി कहते हैं कि मैम रथ का टूटा हुआ पगिया हो मुझे अनुपयोगी समझकर दूर मत फेंक देना. മനസ്സിലായല്ലോ? ഇസ് ദുരൂഹ ചക്രവ്യൂഹമേ അക്ഷൗഹിണി സേന. ഇവിടെ അക്ഷൗഹിണി സേന എന്ന് പറയുന്നത് ശാസക വർഗ് ആയിട്ട് കരുതപ്പെടുന്നു. അധികാരശക്തി, ശാസക്, ഭരണവർഗം. ഈ അക്ഷൗഹിണി സേനകളുടെ സേനാവുങ്കോ ചുനൗത്തി ദേത്ത ഹുവ അല്ലേ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് കോയി മനുഷ്യ അഭിമന്യു കെ സമാൻ കോയി മനുഷ്യ ശോഷിത് വർഗ് कोई सोचित मनुष्य अभिमन्यु के समान आ जाए तो मेन टूटा पगिया ही काम आएगा. ആ സമയത്ത് അഭിമന്യുവിന് സമാനമായ ആരെങ്കിലും വരികയാണെങ്കിൽ അല്ലേ ഞാൻ ഡൂട്ടാപകിയ ഞാൻ പ്രയോജനപ്പെടും. ഡൂട്ടാപകിയ എന്ന ഞാൻ ആ സമയത്ത് പ്രയോജനപ്പെട്ടേക്കാം എന്നാണ് പറയുന്നത്. നോക്കിയോളൂ, മനസ്സിലായല്ലോ? ഇത്രയും പേര് മനസ്സിലായല്ലോ? ഒന്നുകൂടി പ്രസ്തുതബന്ധിയോമേം कवि कहता है कि मैं रथ का टूटा हुआ पगिया हूँ मुझे अनुपयोगी समझकर ले दूर मत फेंक देना. इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई मनुष्य अभिमन्यु के समान कोई मनुष्य आ जाए तो मैं टूटा पगिया ही काम अല്ലേ आएगा. ഇത്ര അർത്ഥം മനസ്സിലായല്ലോ? ഇനി അടുത്ത വരി നോക്കിയോ. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निगत्ती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहिए. अല്ലേ നോക്കോളൂ, अपने पक्ष को പക്ഷം എന്ന് പറഞ്ഞാൽ വഴി, അസത്യ जानते हुए
തെറ്റാണെന്നറിഞ്ഞിട്ടുകൂടി, അസത്യമാണെന്നറിഞ്ഞിട്ടുകൂടി, തൻ്റെ വഴികൾ അസത്യമാണെന്നറിഞ്ഞിട്ടുകൂടി ബെഡേ ബെഡേ മഹാരഥി, വലിയ വലിയ മഹാരഥി എന്ന് ഒരുപാട് ആൾക്കാരോട് ഏറ്റുമുട്ടാൻ കഴിവുള്ള ആൾക്കാരെയാണ് മഹാരഥി എന്ന് പറയുന്നത്. ബെഡേ ബെഡേ മഹാരഥി അഖേലി നികത്തി ആവാസ്കോ. നികത്തി എന്ന് പറഞ്ഞാൽ നിരായുധൻ്റെ, നികത്തി നിരായുധൻ, ആവാസ്കോ ശബ്ദത്തെ, അപ്പനെ ബ്രഹ്മാസ്ത്രം സേ, ബ്രഹ്മാസ്ത്രം അപാര ശക്തിയുള്ള ദിവ്യാസ്ത്രമാണ് ബ്രഹ്മാസ്ത്രം. തൻ്റെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് കുജൽ ദേന ചാകയും, കുജൽ ദേന അടിച്ചമർത്തുക, കുജൽ ദേന ചവിട്ടി മതിക്കുക, അടിച്ചമർത്തുക, തൻ്റെ ദിവ്യാസ്ത്രം ഉപയോഗിച്ച് അടിച്ചമർത്തുന്നു. മനസ്സിലായല്ലോ. അപ്പോൾ അപ്പനെ പക്ഷുക്കോ അസത്യ ജാൻദേ ഹുയേ ഫി ബെഡേ ബെഡേ മഹാരഥി അഖേലി നികത്തി ആവാസ്കോ अपने ब्रह्मास्त्रों से कुचल देना चाहे. മനസ്സിലായല്ലോ. അവർ ഇത്രയും പേര് ഒന്നുകൂടെ നോക്കിയോ. അപ്പനെ പക്ഷുക്കോ അല്ലേ, അതായത് കുരുക്ഷേത്ര യുദ്ധ ഹോ രഹേ ഹൈ, ദുരൂഹ് ചക്രവ്യൂഹ में अभिमन्यु फंस जाता है, अक्षौहिणी सेना उसे घेर लेती है, അക്ഷോഹിണി സേന ഉസെ കേർ ലേത്തി ഹെ, അക്ഷോഹിണി സേന അദ്ദേഹത്തെ വളയുന്നു. ആ സമയത്ത് സബ് ശസ്ത്ര നഷ്ട കർ ദിയേ, അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളെല്ലാം നഷ്ടമാകുന്നു, അദ്ദേഹം നിരായുധനായി മാറുന്നു. യുദ്ധഭൂമി മേ നിരായുധ യോദ്ധാസെ ലടിന അധാർമിക മാനാ ജാത്താ താ. അതങ്ങനെയാണ്. യുദ്ധഭൂമിയിൽ നിരായുധനായിട്ടുള്ള യോദ്ധാവിനോട് പൊരുതാൻ പാടില്ല. അങ്ങനെ പൊരുതിയാൽ അത് അധാർമികമാണെന്നായിട്ടാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഇതെല്ലാം ഇവിടെ മറന്നുകൊണ്ട് അല്ലേ, അതായത് ഏ സബി നിയം ജാൻദേ ഹുയേ ഫി, ഈ അസത്യ ജാൻദേ ഹുയേ ഫി എന്ന് പറഞ്ഞാൽ ഈ നിയമമെല്ലാം അറിഞ്ഞിട്ടുകൂടി സഫി മഹാരഥീനെ അഭിമന്യുസേ ലോലെത്തേഹയും അല്ലേ, അഭിമന്യുവിൻ്റെ അവർ ഒത്താക്രമിച്ചു. ഈ നിയമമെല്ലാം അറിയാമായിരുന്നിട്ട് കൂടി നിരായുധനായ അഭിമന്യുവിനെ അവർ ഒത്ത് ആക്രമിച്ചു അല്ലേ. അതായത് ഹമാരാ സമാജ് കി അവസ്ഥ ഇസ് പ്രകാർ ഹേ, നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥയും ഇതുപോലെയാണ്. അതായത് ശാസക് വർഗ് അല്ലേ, അക്ഷോഹിണി സേന, അതായത് ശാസക് വർഗ് അപ്പനി ഇച്ഛാസെ സബി കാം കർത്തേ ഹൈ, അവർ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാം ചെയ്യുന്നു. ഇസ്കെ വിരുദ്ധ ആവാസ് ഉഡാന വാല ജൻകോ, ഇതിനെതിരെ ശബ്ദമുയർത്തുന്ന ജനങ്ങളെ അവരെന്ത് ചെയ്യുന്നു, വേ കുജത്തെ ഹൈം, അവർ അടിച്ചമർത്തുന്നു. മനസ്സിലായില്ലേ. ഇതാണ് ഇതിൻ്റെ മീനിങ്. മനസ്സിലായല്ലോ. അതായത് അപ്പന പക്ഷുക്കോ അങ്ങോട്ട് നോക്കി, അപ്പന പക്ഷുക്കോ അസത് ജാൻദി ബെഡേ ബെഡേ മഹാരഥി അഗേലി നികത്തി ആവാസ്കോ, നിരായുധൻ്റെ ശബ്ദത്തെ, അപ്പനെ ബ്രഹ്മാസ്ത്രം സേ, അവരുടെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് അവരെന്ത് ചെയ്യുന്നു, അടിച്ചമർത്തുന്നു. അതായത് ശാസക വർഗ് അപ്പനെ ഇച്ഛാസെ സബി കാം കർത്തേ ഹൈ, ഇസ്കെ വിരുദ്ധ ആവാസ് ഉഡാന വാല ജൻകോ വേ കുജൽ ഡാൽത്തേ ഹൈ അല്ലേ. ഇതാണ് ഇതിൻ്റെ മീനിങ്. മനസ്സിലായല്ലോ. ഈ കവിത 2-3 തവണ വായിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ കൂടി തരാം. ഇതിൽ ഒന്നാമത്തെ ചോദ്യം 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം അത് നോക്കിയോ. ഒന്നാമത്തെ ചോദ്യം നോക്കിയോ. ആ പുസ്തകത്തിലെ വരികളാണ് തരുന്നത്. അതായത് മെയിൻ രതുക്കാൻ ഡൂട്ടാ പകിയാഹും ലേക്കിൻ മുച്ചേ ഫേങ്കോ മത്ത്, അവിടെ മുതൽ കൊയ് ദുസാഗസി അഭിമന്യു ആക്കർ കിർജായി അതുവരെയാണ്. ഇൻ പന്തിയോങ്കി പ്രാസംഗികത പർ ടിപ്പണി ലിഹയും 4 മാർക്കിൻ്റെ ചോദ്യമാണ്. നോക്കിയോളൂ. എങ്കിൽ ഇത്ര എഴുതണം. ഏ പന്തിയാം, ഈ വരികൾ ഹിന്ദിക്ക് പ്രമുഖ കവി ധർമ്മവീർ ഭാരതിക്ക് ടൂട്ടാ പകിയ കവിത കാ അംശേ. ഇതിലെല്ലാ വരികളിലും അങ്ങനെ എഴുതണം. ഈ വരികൾ ഹിന്ദിയിലെ പ്രമുഖ കവിയായ ധർമ്മവീർ ഭാരതിയുടെ ഡൂട്ടാ പകിയ എന്ന കവിതയുടെ അംശമാണ്. ഇസ്മേ കവി മാനവ മൂല്യോങ്കെ ബാരമേ ബതാത്തേ ഹൈ, ഇതിൽ കവി മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കവി കഹത്തേ ഹൈ, കവി പറയുകയാണ് കി, അതായത് രതുക്ക ഡൂട്ടാ ഹുവ പകിയ ഹംസെ ബതാത്തേ ഹൈ, രഥത്തിലെ പൊട്ടിയ ചക്രം
നമ്മോട് പറയുകയാണ് കി, അതായത് ഉസേ അനുപയോഗി സമജ്കർ നാ ചോട് ദേന ചാഹിയേ, അതിനെ ഉപയോഗശൂന്യമാണെന്ന് ധരിച്ച് ദൂരേക്ക് വലിച്ചെറിയരുതെന്ന്. दुरूग चक्रव्यूह रचकर कुरुक्षेत्र की युद्ध भूमि में महारथियों को लड़ने के लिए तैयार होते देखकर उन्हें चुनौती देता हुआ अभिमन्यु आगे आया. അതായത് ദുരൂഹ ചക്രവ്യൂഹത്തിൽ അല്ലേ, ചക്രവ്യൂഹം രചിച്ചിട്ട് കുരുക്ഷേത്ര ഭൂമിയിൽ മഹാരഥന്മാരുടെ ഏറ്റുമുട്ടുന്നതിന് വേണ്ടി അവരുടെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് അഭിമന്യു മുന്നോട്ട് വന്നു. उस समय कौरव सेना के महारथियों ने उसे घेर करके उसके सब अस्त्र शस्त्र नष्ट कर डाले. ആ സമയത്ത് കൗരവസേനയിലെ മഹാരഥന്മാരെല്ലാവരും കൂടി അദ്ദേഹത്തെ വളയുകയും അദ്ദേഹത്തിൻ്റെ ആയുധമെല്ലാം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. അസ്ത്ര ശസ്ത്ര കർ നഷ്ട കർ ഡാലെ. ഉസി തരഹ്, അപ്രകാരം अधर्म का विरोध करने के लिए अभिमन्यु की तरह साधारण जनता आगे आएगी. അതുപോലെ അധർമ്മത്തിനെതിരെ പൊരുതുന്നതിന് വേണ്ടി അഭിമന്യുവിനെ പോലുള്ള സാധാരണ ജനത മുന്നോട്ട് വരും. തബ് ടൂട്ടാ പകിയാക്കി കാം ആയേക. ആ സമയത്ത് ഈ ടൂട്ടാ പകിയ കാം ആയേക, കാമെ പ്രയോജനപ്പെടുക, കാം ആയേക. ആ സമയത്ത് ടൂട്ടാ പകിയ അവർക്ക് പ്രയോജനപ്പെടും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. അത് അപ്പനെ പക്ഷക്കോ അസത്യ ജാൻദേ ഹുയേ ഫി ബഡേ ബഡേ മഹാരഥി അകേലി നികത്തി ആവാസ്കോ, അവിടെ മുതൽ ബ്രഹ്മാസ്ത്രം സേ ലോകാലേ സക്താഹും. ഇതും ചോദിക്കും, ഇങ്ങനെ ചോദിക്കും. ഇൻ പന്തിയോങ്കി പ്രാസംഗികത പർ ടിപ്പണി ലിഹേ, അല്ലേ? 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് ഇതും പഠിച്ചു കൊള്ളണം. നോക്കിയുള്ളൂ, വായിച്ചു തരാം. പ്രസ്തുത പന്തിയാം ഹിന്ദി കെ പ്രമുഖ കവി ധർമ്മവീർ ഭാരതി की टूटा पगिया नामक कविता का अंश है. कुरुक्षेत्र युद्ध हो रही है. കുരുക്ഷേത്ര യുദ്ധം നടക്കുകയായിരുന്നു. ദുരൂഗ് ചക്രവ്യൂഹമേം അഭിമന്യു ഫംസ് ജാത്താ ഹേ. ദുരൂഗ് ചക്രവ്യൂഹമേം ദുരൂഹ ചക്രവ്യൂഹത്തിൽ അഭിമന്യു അകപ്പെട്ടു, ഫംസാൻ അകപ്പെടുക. അക്ഷൗഹിണി സേന ഉസേ ഖേർ ലേത്തി ഹേ. അക്ഷൗഹിണി സേന അദ്ദേഹത്തെ വളയുന്നു, ഖേർ ലേത്തി ഹേ. അപ്പോഴെന്ത് ചെയ്തു? സബ് അസ്ത്ര ശസ്ത്ര നഷ്ട കർ ദിയേ. അദ്ദേഹത്തിൻ്റെ എല്ലാ ആയുധങ്ങളും നഷ്ടമാകുന്നു. യുദ്ധഭൂമി മേ നിരായുധ യോദ്ധാ സേ ലഡ അധാർമിക മാനാ ജാത്താ താ. യുദ്ധഭൂമിയിൽ നിരായുധനായിട്ടുള്ള യോദ്ധാവിനോട് ഏറ്റുമുട്ടുക എന്നുള്ളത് അധാർമികമായിട്ട് കരുതപ്പെടുന്നു, തെറ്റായിട്ടാണ് കരുതപ്പെടുന്നത്. പക്ഷേ ലേക്കിൻ ഏ സഭി നിയം ജാൻദേ ഹുയേ ഫി. ഈ നിയമങ്ങളെല്ലാം അറിയാമായിരുന്നിട്ട് കൂടി സഭി മഹാരഥി, എല്ലാ മഹാരഥന്മാരും അല്ലേ അഭിമന്യുസെ ലോഹാലേത്തേഹയും അഭിമന്യുവിനെ ഒത്താക്രമിക്കുന്നു. ഹമാരെ സമാജ് കി അവസ്ഥ ഇസ് പ്രകാർ ഹേ. നമ്മുടെ സമൂഹത്തിലെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. शासक वर्ग अपनी इच्छा से सभी काम करते हैं. അധികാര ശക്തി അല്ലെങ്കിൽ ശാസക വർഗ് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നു. ഇസ്കെ വിരുദ്ധ് ആവാസ് ഉടാനേ വാലേ. ഇതിനെതിരെ ശബ്ദമുയർത്തുന്ന ജൻകോ ജനത്തെ വേ കുജൽ ഡാൽത്തേ ഹേ. കുജലാണ് ചവിട്ടി മതിക്കുക, അല്ലെങ്കിൽ അടിച്ചമർത്തുക. ആ ജനത്തെ അവർ അടിച്ചമർത്തുന്നു. ഏക കവിത ആശ്വി പ്രാസംഗിക ഹേ. ഈ കവിത ഇന്നും വളരെയധികം പ്രാസംഗികമായിട്ടുള്ളത് ആണ്. 4 മാർക്ക്. 2 ക്വസ്റ്റ്യൻസ് ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കണം. ബാക്കി അടുത്ത ക്ലാസ്സിൽ.